Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna Sigma Electronics Gallery എടവണ്ണപ്പാറ അരീക്കോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ. ജമാഅത്തെ ഇസ്ലാമിയുടെ ചങ്ങാത്തം ലീഗിന് അപകടമെന്ന് മുക്കം ഉമർ ഫൈസി. അവരുമായുള്ള ചങ്ങാത്തം ലീഗിന് അപകടമാണെന്നും അവർ ലീഗിനെ നശിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അരീക്കോട് നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊട്ടിത്തെറിഞ്ഞ അവിടെ പടക്കം കൊണ്ടുവന്ന് പൊട്ടിച്ച മാതിരി ഉണ്ട് പറഞ്ഞിട്ടാൽ എൻ്റെ ഒന്നും ഉണ്ടായില്ല. അത് പറയേണ്ട ആളത് പറഞ്ഞല്ലോ, സമാധാനത്തോടത് കഴിഞ്ഞു. പിന്നെ കുഴപ്പമുണ്ടാക്കുക എന്താ പയ്യന് അത് ഈ വാഫക്കുട്ടികളുടെ കുഴപ്പമായിരിക്കും. അങ്ങനെ കുറച്ച് കുട്ടികളുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന കുട്ടികൾ, കുറേ വഹാബികളും അതിന് കൂടിക്കൊടുത്തുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുക. അപ്പം മീഡിയ വണ്ണാണ് അത് അധികമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. മീഡിയ വണ്ണ് ആരാണത്? മീഡിയ വണ്ണ് എന്ന് പറഞ്ഞാൽ മീഡിയ വണ്ണിനെ കൊണ്ടുനടക്കുന്നുണ്ട് ഇപ്പം. സ്ലീപ്പിംഗ് സെല്ലെന്ന് പറയുന്ന ആൾക്കാർ മീഡിയ വണ്ണിനെ കൊണ്ടുനടക്കുന്നുണ്ട്. അത് വലിയൊരു പ്രശ്നമല്ലേ? അവര് ലീഗിനെ നശിപ്പിക്കല്ലോ. അവർ വഞ്ചത പോലെ ഉള്ളിൽ കൂടെയാണ് കയറി നശിപ്പിക്കുക, അറിയൂല. അതുകൊണ്ട് അവരെ ചങ്ങായിത്തം ലീഗിന് അപകടമാണ്. ലീഗിന് അപകടം ചെയ്യുന്ന ആ പണി ചെയ്യരുതെന്ന് പറഞ്ഞ് ഞാൻ പണ്ടൊരു ലേഖനം എഴുതി കഴിഞ്ഞതിൻ്റെ തെരഞ്ഞെടുപ്പിൽ. നമ്മൾ സുപ്രഭാതത്തിൽ ജമാഅത്തെ ഇസ്ലാമിനെ കൂട്ടുപിടിക്കുന്നത് അപകടമാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിൽ 940 ശേഷം ഇവിടെ ഉണ്ടായതിന് ശേഷം ഭൂമിയിൽ ഇറങ്ങിയിട്ടില്ല. എന്താ ഇറങ്ങാതിരുന്നത്? സമസ്ത പ്രതിരോധിച്ചുകൊണ്ടാണ്. എവിടെ ഉണ്ട് അവര്? എവിടെയില്ല. അവരിങ്ങനെ കുറെ സാഹിത്യങ്ങൾ പറയുന്നല്ലാതെ, കാലത്തിന്റെ കൊളമ്പടി എന്നൊക്കെ കുറെ വർത്താനം പറയുന്നല്ലാതെ ഭൂമിയിൽ അവരുണ്ടായിരുന്നില്ല. മുസ്ലിം ലീഗ് അവരെ കൂട്ടുപിടിച്ചാൽ അവർ നമ്മൾ അടുക്കളയിലൊക്കെ എത്തും. ഇങ്ങനെ ഒരു ലേഖനം ഞാൻ എഴുതിയിരുന്നു. ബഹുമാനപ്പെട്ട ചില അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാകുമ്പം അന്ന് തങ്ങൾ ഹൈദരലി ശിഹാബ് തങ്ങളാണ്, അദ്ദേഹം 2 കൂട്ടരും വിളിച്ചു കൂട്ടി അവിടെ ചർച്ച നടത്തി. ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് ഉണ്ടല്ലോ, മുസ്ലിം ലീഗിനെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. അത് മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു സംഘടനയാണ്. ആ സംഘടനയിൽ 90% അഹ്ലു സുന്നത്ത് സമസ്തയുടെ ആൾക്കാരാണ്. ആ നിലക്കാണ് ഇതുവരെ അത് കൊണ്ടുപോകുന്നത്. ആ നിലക്ക് തന്നെ തുടരണം. അതാണ് നമ്മൾ പറയുന്നുള്ളൂ. ലീഗ് നശിക്കണം നമ്മൾ പറയാം. ലീഗിൻ്റെ വിരുദ്ധ ശക്തികളൊന്നും സമസ്തയിലില്ല. എന്താ സ്ലീപ്പിങ്ങോ എന്താ പറഞ്ഞാൽ സ്ലീപ്പിംഗ് സെല്ല് എന്നൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയില്ല സ്ലീപ്പിംഗ് സെല്ല് ഉറങ്ങണ സെല്ല് എന്നർത്ഥം. ഏതോ ആവട്ടെ. അപ്പം ഇങ്ങനെ വെറുതെ ആക്ഷേപിക്കുകയാണ്. എന്നാൽ സമസ്ത അങ്ങനെ ഒരു ആഹ്വാനമൊന്നും ആരോടും ചെയ്തിട്ടില്ല. സ്ഥാനാർത്ഥിനെ നിർത്താറില്ല, തെരഞ്ഞെടുപ്പ് കാലത്തൊന്നും പറയാറൊന്നുമില്ല. പിന്നെ നമ്മളെ മനസ്സിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ഇവരിങ്ങനെ ചെയ്യുന്നല്ലോ. അപ്പം അതിൻ്റെ സെക്രട്ടറി സമസ്ത പ്രസിഡന്റിൽ ചീത്ത അറിയുന്നു. നമുക്ക് വെറുപ്പുണ്ടാക്കൂലേ? വളരെ രണ്ടും ഒന്നിച്ചു പോകേണ്ട ഒരു സംഘടനയാകുമ്പം അതിൻ്റെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആള് ജിഫിരി തങ്ങളെ മോശാക്കി പറഞ്ഞു. സമസ്തയുടെ ആദർശത്തെ ഗണ്ണിച്ചുകൊണ്ട് ലീഗിൻ്റെ വേദി ഉപയോഗപ്പെടുത്തുന്നു പറയുമ്പോൾ നമുക്ക് ഇതില്ലേ? ഇത് നമ്മൾ പറയാൻ പാടില്ലേ? ഇത് നമ്മൾ പറഞ്ഞുകൂടെങ്കിൽ നമ്മളെന്ത് സമസ്തക്കാരനാ? സമസ്തന്റെ ഭരണഘടനയിൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമതായി പറയുന്നത് ഇതിനെ പ്രതിരോധിക്കല, ഇതിന്റെ വിരോധികളെ പ്രതിരോധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയണം. അതുകൊണ്ട് സൂക്ഷിക്കേണ്ടത് അത് നടത്തുന്നവരാണ്. സമസ്തയിൽ ലീഗിനെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൾക്കാർ അത് നോക്കും. അങ്ങനെ യോജിച്ചുകൊണ്ട് തന്നെ പോകണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയ്ക്ക് വിരുദ്ധമായിക്കൊണ്ട് നേതൃപദങ്ങളിലൊന്നും ഉണ്ടാകാൻ പാടില്ല. വഹാബികൾ ലീഗിലുണ്ടായിക്കോട്ടെ, ഉണ്ടാവുന്ന നമ്മൾ എതിർത്തില്ല. പണ്ടുമില്ലേ? ആരും ബാപ്പി തങ്ങളുടെ കാലത്തില്ലേ, മുക്കോയ തങ്ങളുടെ കാലത്തില്ലേ, എല്ലാവരുടെ കാലത്തും ഉണ്ട്. എതിർക്കില്ല. അത് ലീഗ് ഒരു രാഷ്ട്രീയ സംഘടന, മുസ്ലിം ഉമ്മത്തിൻ്റെ കാര്യങ്ങൾ, ഭൗതികമായ നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള ഒരു സംഘടനയാണ് എന്നതുകൊണ്ട് നമ്മൾ അംഗീകരിക്കുന്നു. നമ്മൾ ഇന്നും ആഹ്വാനം ചെയ്യുന്നു മുസ്ലിം ലീഗ് വിട്ടാറും പോവരുന്ന് തന്നെ. പക്ഷെ മുസ്ലിം ലീഗിന് സമസ്തയോടുള്ള ആ പെരുമാറ്റത്തിൽ മോശമുണ്ടാകുന്ന സ്വഭാവം ഉണ്ടാവരുത് നമ്മൾ പറയുന്നുള്ളൂ. നമ്മൾ പറയണല്ലോ. മുസ്ലിം ലീഗുകാർ ഇങ്ങോട്ടും പറഞ്ഞോട്ടെ, സമസ്തക്കാർ മുസ്ലിം ലീഗിൻ്റെ കൂടെ നിൽക്കണം എന്ന് തന്നെ പറയണം അവരും. പക്ഷെ അതിന് മുസ്ലിം ലീഗിന് വിരുദ്ധമായത് സമസ്തയിലുണ്ടാവാൻ പാടില്ല. ഇതെല്ലാം നമ്മൾ പറയുന്നുള്ളൂ. ഇതിനെതിരായിട്ട് ആരും പറയുന്നില്ല, ചെയ്യുന്നില്ല.
പക്ഷെ മാറ്റേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ മാറ്റണം. ഇത് പറയണം. രണ്ടിനും യോജിക്കാതെ അല്ല അപകടമുണ്ടാക്കുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് എറിയണം. അത് സമസ്തയിലാണെങ്കിലും എറിയണം, ലീഗിലാണെങ്കിലും എറിയണം. എന്നാൽ രണ്ടും യോജിച്ച് പോകാൻ കഴിയില്ല, യോജിക്കൂല. മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പണ്ട് നാട്ടിക മുസ്ലിയാർ പറയലുണ്ട്, ഓണത്തിൻ്റെ ഉള്ളിൽ ആരോടിക്ക് മാതിരിക്കുന്നു ഒരു വെറി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. ഇതേ വിഷയമുള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. അപ്പം അങ്ങനെ ഇന്ന് സമസ്ത മുഷാവറയിൽ ഈ കാര്യങ്ങൾ 3 തീരുമാനിച്ചു, കാര്യമായ 3-4 കാര്യങ്ങൾ തീരുമാനിച്ചു. അതിൻ്റെ പത്രസമ്മേളനവും മാധ്യമങ്ങളൊക്കെ അതിൻ്റെ പ്രസിഡന്റ് റയീസുൽ മുഹക്കിൽ സയ്യിദുൽ ഉലമ അത് വളരെ വിശദമായിട്ട് പറഞ്ഞതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടു, എല്ലാം പറഞ്ഞു. പിന്നെ സമയം വൈകിയത് കൊണ്ടും വീണ്ടും കുറേ അജണ്ട ബാക്കിയുള്ളത് കൊണ്ടും അടുത്ത ദിവസം ഒരാഴ്ചക്കകോ അല്ലെ 10 ദിവസത്തിനകോ നമ്മളെന്താക്കും വീണ്ടും കൂടി ബാക്കിയുള്ളത് പരിഹരിക്കും എന്ന് പറഞ്ഞ് സലാത്തിൽ പിരിഞ്ഞതാ. അതൊക്കെ കഴിഞ്ഞു പോയി അസർ കഴിക്കാൻ കയ്യെട്ടിപ്പണ്ട് ഇത് കാണുന്നത്. പള്ളി ചെന്ന് നോക്കുമ്പോൾ കുട്ടികൾ കാണിച്ചിരുന്ന ഇതാണ്. ഏത് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുന്നത് അപകടമാണ്. 1947 പിറന്ന ശേഷം ജമാഅത്തെ ഇസ്ലാമി ഭൂമിയിൽ ഇറങ്ങിയിട്ടില്ല. സമസ്ത പ്രതിരോധിച്ചത് കാരണമാണത്. ലീഗിന്റെ തോളിൽ കൈവച്ച് ജമാഅത്തെ ഇസ്ലാമി അടുക്കളയിലെത്തും. ഇക്കാരണം വ്യക്തമാക്കി കഴിഞ്ഞ വർഷം സുപ്രഭാതത്തിൽ ലേഖനം എഴുതിയിരുന്നു. അന്ന് അത് വലിയ വിഷയമായി. ജമാഅത്തെ ഇസ്ലാമിയെ സമസ്ത വിലക്കിയതാണെന്നും സമസ്തക്കാരൻ എന്ന നിലയ്ക്ക് അവരെ പ്രതിരോധിക്കേണ്ടത് ബാധ്യതയാണെന്നും അന്ന് പാണക്കാട് തങ്ങൾ പറഞ്ഞതാണ്. അക്കാര്യങ്ങൾ തങ്ങളും ലീഗ് നേതാക്കളും അംഗീകരിച്ചതാണെന്നും മുക്കം ഉമർ ഫൈസി പറഞ്ഞു. നമ്മുടെ പ്രവർത്തനം വ്യക്തമാണെന്നും ആരെയും പേടിക്കേണ്ടതില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ, എടവണ്ണ.